ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുപോലുള്ള വാട്സ് കൂടിയ ബൾബുകൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്കൊന്ന് മിന്നി കത്തിക്കണം എന്ന് തോന്നിയാൽ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ട്രിക്ക് ഞാനിത് കാണിച്ചു തരാം. ഏതൊരു സാധാരണക്കാരനും വളരെ സിമ്പിളായിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സർക്യൂട്ടാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു 12 വോൾട്ട് റിലേ, 2200 MFT 25 വോൾട്ട് കപ്പാസിറ്റർ, പിന്നെ വേണ്ടത് ഒരു 120 ഓംസിന്റെ ക്വാർട്ടർ വാട്ട് റെസിസ്റ്റർ. ഇതേ ആവശ്യമുള്ളൂ. ഈ ഒരു 3 സാധനങ്ങൾ കൊണ്ട് നമുക്ക് ആ ഒരു ബൾബ് മിന്നി കത്തിക്കാൻ സാധിക്കും. ഏതൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് നിർമ്മിക്കുമ്പോഴും അതിൻ്റെ പ്രവർത്തനം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതിനെന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഭാവിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കൂ. ആദ്യം നമുക്ക് ഈ ഒരു റിലേ പരിചയപ്പെടാം. ഇതൊരു 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന മൗണ്ട് റിലേ ആണ്. ഈ ഒരു റിലേക്ക് താങ്ങാവുന്ന മാക്സിമം ആംപിയറും വോൾട്ടേജും ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു റിലേ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ഒരു റിലേയുടെ താഴ്ഭാഗത്ത് കാണുന്ന ആദ്യത്തെയും അവസാനത്തെയും ലെഗിലാണ് ഈ ഒരു റിലേക്ക് സപ്ലൈ നൽകേണ്ടത്. അവിടെയാണ് ഈ ഒരു റിലേയുടെ കോയിൽ കണക്ഷൻ വരുന്നത്. ഈ 2 ലെഗിനെയും നടുക്കായിട്ട് കാണുന്ന ഈ ഒരു പോയിന്റ് കോമൺ കണക്ഷനാണ്. റിലേക്ക് സപ്ലൈ ഒന്നും കൊടുക്കാത്ത സമയത്ത് ഈ ഒരു നടുക്കത്തെ ലെഗും അതുപോലെ ഇതിന് വലത് സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റുമായിട്ടായിരിക്കും ഇതിന് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കുക. ഇനി റിലേക്ക് സപ്ലൈ നൽകുന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ വലത് സൈഡിലേക്കുള്ള ആ കോണ്ടാക്റ്റ് വിച്ഛേദിക്കപ്പെടുകയും അത് ഇടത് സൈഡിലോട്ടുള്ള ആ ഒരു ലെഗിലേക്ക് കോണ്ടാക്റ്റ് വരികയും ചെയ്യും. റിലേ പ്രവർത്തിക്കാൻ ആവശ്യമായ സപ്ലൈ നൽകുന്ന സമയത്ത് റിലേക്കകത്തുള്ള കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും അത് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇരുമ്പ് ദണ്ടിന് ഒരു കാന്തിക ശേഷി ലഭിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഇരുമ്പ് ദണ്ടിനെ ആകർഷിക്കുകയും അതുപോലെ വികർഷിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിലേ സ്വിച്ചായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഈ ഒരു കോയിലിലേക്ക് സപ്ലൈ നൽകാത്ത ഒരു കണ്ടീഷനിൽ ഈ ഒരു നടുക്കത്തെ ലെഗും വലത് ലെഗും തമ്മിൽ മീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ബസർ അടിക്കുന്നത് കാണാം. ഈ ഒരു ലെഗുകൾ തമ്മിലാണ് ഇപ്പോൾ കോണ്ടാക്റ്റ് ഉള്ളത്. ഇനി ഈ ഒരു റിലേയിലേക്ക് സപ്ലൈ നൽകിയതിന് ശേഷം ഇതിൻ്റെ കോണ്ടാക്റ്റ് എങ്ങനെ മാറ്റം വരുന്നതെന്ന് കാണിച്ചു തരാം. ഇനി മൾട്ടിമീറ്റർ എടുത്തുകൊണ്ട് ബസർ മോഡിൽ ഇട്ടുകൊണ്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ വലത് സൈഡിൽ കോണ്ടാക്റ്റ് ഒന്നും കാണിക്കുന്നില്ല, ബസർ അടിക്കുന്നില്ല. ഇനി ഇടത് സൈഡിലോട്ടൊന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബസർ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ താഴെയുള്ള ഈ ഒരു കോമൺ ലെഗിൽ നിന്നും ഇടത് സൈഡിലോട്ട് ഇതിൻ്റെ കോണ്ടാക്റ്റ് മാറിയിരിക്കുന്നു. റിലേയുടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ ഒരു ബ്ലിങ്കിങ് സർക്യൂട്ട് നിർമ്മിക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് കപ്പാസിറ്റർ എടുത്തുകൊണ്ട് അതിൻ്റെ പോസിറ്റീവ് ലെഗ് ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ കപ്പാസിറ്റർ നെഗറ്റീവ് താഴെയുള്ള ഈ ഒരു ലെഗിലോട്ട് കണക്ട് ചെയ്യുന്നു. ഇനി ഈ ഒരു 120 ഓംസിൻ്റെ റെസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പോയിന്റിൽ നിന്നും കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിലേക്ക് സപ്ലൈ നൽകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് കപ്പാസിറ്റർ നെഗറ്റീവിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ഷൻ കൊടുക്കുന്നു. ഇനി പോസിറ്റീവ് കണക്ട് ചെയ്യുന്നത് ഈ ഒരു കോമൺ ലെഗിലേക്കാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു തത്വം അനുസരിച്ച് ഇപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഈ ഒരു കോമൺ ലെഗും അതുപോലെ വലത് സൈഡിലുള്ള ആ ഒരു ലെഗും തമ്മിൽ ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് അല്ലേ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ ഒരു കോമൺ ലെഗിലേക്ക് നൽകിയ പോസിറ്റീവ് ചാർജ് വലത് സൈഡിലുള്ള ആ ഒരു ലെഗിലോട്ട് എത്തുകയും തുടർന്ന് ഈ ഒരു 120 ഓം റെസിസ്റ്റർ വഴി ഈ ഒരു കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് ഒരു പോസിറ്റീവ് ചാർജ് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് റെസിസ്റ്ററിൻ്റെ വാല്യൂവിന് അനുസരിച്ചിരിക്കും. തുടർന്ന് കപ്പാസിറ്റർ പതിയെ ചാർജ് ഫുള്ളായി വരികയും ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ഫുള്ളാവുന്ന ആ ഒരു വേഗത ഈ ഒരു റെസിസ്റ്ററിനെ ആശ്രയിച്ചിരിക്കും. നമുക്കറിയാം ഈ ഒരു റിലേ പ്രവർത്തിക്കാൻ വേണ്ടത് 12 വോൾട്ടാണ് അല്ലേ? അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ഫുൾ ചാർജ് ആവുന്ന സമയത്തായിരിക്കും ഈ ഒരു റിലേ കോയിലിലേക്ക് 12 വോൾട്ട് എത്തുക. കാരണം ഈ ഒരു റിലേ കോയിലിൻ്റെ സമാന്തരമായിട്ടാണ് ഈ ഒരു കപ്പാസിറ്റർ ഘടിപ്പിച്ചിട്ടുള്ളത്. കപ്പാസിറ്റർ ഫുൾ ചാർജ് ആവുന്ന സമയത്ത് കോയിലിലേക്ക് 12 വോൾട്ട് സപ്ലൈ എത്തുകയും റിലേ ഓൺ ആവുകയും ചെയ്യുന്നു. ഈ സമയം ഈ ഒരു റിലേയുടെ കോമൺ ലെഗിൽ നിന്നും വലത് ഭാഗത്തോട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റ് ഇടത് ഭാഗത്തോട്ടുള്ള ആ ഒരു ലെഗിലേക്ക് മാറിപ്പോവുകയും ചെയ്യും. ഈ സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോൾ ഈ ഒരു റെസിസ്റ്ററിലോട്ട് ഈ ഒരു പോസിറ്റീവ് ചാർജ് എത്താത്ത ഒരു കണ്ടീഷൻ വരും അല്ലേ? കാരണം അവിടുന്ന് ആ ഒരു പോസിറ്റീവ് ചാർജ് നേരെ ഇടത് സൈഡിലോട്ട് മാറിപ്പോയി. ഇപ്പോൾ ഈ സമയം കപ്പാസിറ്റർ ചാർജ് ആവുന്നില്ല. ഇപ്പോൾ ഈ ഒരു കപ്പാസിറ്ററിലുള്ള ചാർജ് ഉപയോഗിച്ച് ഈ റിലേ ഓൺ ആവുകയാണ് ചെയ്യുന്നത്. കപ്പാസിറ്ററിലുള്ള ഈ ഒരു ചാർജ് തീരുന്നത് വരെ റിലേ ഓൺ ആയിക്കൊണ്ടിരിക്കും. കപ്പാസിറ്ററിലെ ചാർജ് തീരുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? റിലേ ഓഫ് ആവുകയും ഈ ഒരു കോമൺ ലെഗിൽ നിന്നുള്ള കോണ്ടാക്റ്റ് നേരെ വലത് ഭാഗത്തോട്ടുള്ള ആ ഒരു ലെഗിലോട്ട് മാറി വരികയും ചെയ്യും. ഈ സമയത്ത് വീണ്ടും ഈ ഒരു റെസിസ്റ്റർ വഴി പോസിറ്റീവ് ചാർജ് കപ്പാസിറ്ററിലോട്ട് എത്തുകയും കപ്പാസിറ്റർ ചാർജ് ആവുകയും ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ആയി കഴിഞ്ഞാൽ ഈ ഒരു റിലേ ഓൺ ആവുകയും ചെയ്യുന്നു. ഈ ഒരു പ്രവർത്തനം തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ബ്ലിങ്കിങ് സർക്യൂട്ട് നിർമ്മിക്കാം. ഇതിനായിട്ട് 2 വയർ എടുത്തുകൊണ്ട് റിലേയിലേക്ക് സപ്ലൈ നൽകുന്ന ആ ഒരു പോയിന്റിലോട്ട് കണക്ട് ചെയ്യുകയാണ്. ഇനി ഈ ഒരു ബൾബ് കണക്ട് ചെയ്യേണ്ടത്
ഒരു ലെഗ് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലെഗിലോട്ടും അതുപോലെ ഈ ഒരു റിലേയുടെ ഇടത് ഭാഗത്ത് കാണുന്ന ആ ഒരു പോയിന്റിലോട്ടുമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് സപ്ലൈ നൽകി നോക്കാം. കണ്ടോ, ബൾബ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ബ്ലിങ്കിങ്ങിൻ്റെ വേഗത കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ മാറ്റം വരുത്തുകയോ ചെയ്താൽ മതി. റിലേക്ക് എത്ര ആംപിയർ വരെ താങ്ങാൻ ശേഷിയുണ്ടോ അതിനുള്ളിൽ ആംപിയർ എടുക്കുന്ന എത്ര വാട്ട്സ് ഉള്ള ബൾബുകളും ഇതേപോലെ ബ്ലിങ്ക് ചെയ്യിക്കാൻ സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും